ഇന്ന് നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്ന സബ്ജക്റ്റിൽ അതിൻ്റെ ഇൻട്രൊഡക്ടറി ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇന്ന് പഠിച്ചെടുക്കും. അതായത് ഇൻട്രൊഡക്ഷൻ ടു ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ, ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചെടുക്കുക. ഇപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഡെഫിനേഷൻ തൊട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഇത് പ്രധാനമായിട്ടും MG യൂണിവേഴ്സിറ്റി നമുക്ക് തേർഡ് സെമസ്റ്ററിൽ പഠിക്കാനുള്ള BComന് പഠിക്കാനുള്ള ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഫോർ ബിസിനസ് എന്ന് പറയുന്ന ആ ഒരു സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ നമുക്കിത് ഏത് യൂണിവേഴ്സിറ്റിയിൽ BCom, BBA അതുപോലെ തന്നെ മറ്റ് സബ്ജക്റ്റുകളെല്ലാം പഠിക്കുന്ന കുട്ടികൾക്ക് അവരുടെ സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഒരു വിഷയമായിട്ടുണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും പഠിച്ചെടുക്കാവുന്ന രീതിയിലാണ് ക്ലാസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ടെക്സ്റ്റ് തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഈ ടെക്സ്റ്റ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് ബുക്ക് സ്റ്റോറുകൾ അന്വേഷിച്ച് കഴിഞ്ഞാൽ അത് കിട്ടുന്നതാണ്. അപ്പോൾ പ്രത്യേകിച്ച് നോട്ട്സായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതല്ല, ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ ഒരെണ്ണം വാങ്ങേണ്ടതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് എന്താണെന്നുള്ളത് ഡെഫിനേഷൻ നോക്കാം. അതിന് മുമ്പായിട്ട് ഒരൊറ്റ കാര്യം കൊണ്ട് പറയുന്നു, നിങ്ങളെല്ലാവരും ഈ ക്ലാസ്സിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പരമാവധി നിങ്ങൾക്ക് ഏറ്റവും മനസ്സിലാകുന്ന രീതിയിൽ, ഏറ്റവും എളുപ്പമാകുന്ന രീതിയിൽ നിങ്ങൾക്ക് ഈ സബ്ജക്റ്റിന് ഏറ്റവും നല്ല മാർക്ക് കിട്ടുന്ന രീതിയിൽ ക്ലാസ്സുകൾ ഒരുക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വേണ്ടത് തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ടും സ്നേഹവുമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. നിങ്ങൾ എല്ലാ വീഡിയോയ്ക്ക് താഴെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. പരമാവധി നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ടൊന്ന് ഷെയർ ചെയ്യുകയും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ ഡെഫിനേഷൻ? ഈ ഡെഫിനേഷൻ നൽകിയിരിക്കുന്നത് ഹൊറേസ് സെക്രിസ്റ്റ് ആണ്. ഹൊറേസ് സെക്രിസ്റ്റ് എന്ന് പറഞ്ഞ ആ ഒരു പ്രൊഫസറുടെ ഡെഫിനേഷൻ പ്രകാരം ബൈ സ്റ്റാറ്റിസ്റ്റിക്സ് വി മീൻ, സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അർത്ഥമാക്കുന്നത് അഗ്രിഗേറ്റ്സ് ഓഫ് ഫാക്ട്സ് അഫക്റ്റഡ് ടു എ മാർക്കഡ് എക്സ്റ്റെൻറ്റ് ബൈ മൾട്ടിപ്ലിസിറ്റി ഓഫ് കോസസ്. അപ്പോൾ നമുക്ക് ഓരോന്നിൻ്റെ അർത്ഥം ഒന്ന് മനസ്സിലാക്കി പഠിച്ചു പോകാം, എങ്കിലാണ് നിങ്ങൾ ഡെഫിനേഷൻ കൃത്യമായിട്ട് ഓർത്തിരിക്കുകയുള്ളൂ. ബൈ സ്റ്റാറ്റിസ്റ്റിക്സ് വി മീൻ അഗ്രിഗേറ്റ് ഓഫ് ഫാക്ട്സ്. അഗ്രിഗേറ്റ് ഓഫ് ഫാക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിൽ ഒരു സിംഗിൾ നമ്പറെ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയില്ല. അതായത് ഒരു കൂട്ടം നമ്പറുകളെയാണ്. അതായത് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കുട്ടിയുടെ മാർക്കിനെ, ഒരു സ്റ്റുഡൻറ്റിൻ്റെ മാർക്കിനെ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് ആയിട്ട് കരുതില്ല. നമ്മൾ ആ ഒരു ക്ലാസ്സിലെ എല്ലാ കുട്ടികളുടെയും മാർക്കിനെ, അല്ലേ, അല്ലെങ്കിൽ കുറേ കുട്ടികളുടെ മാർക്കിനെ, അതിനെ ആണ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അഗ്രിഗേറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂട്ടം എന്നുള്ള അർത്ഥത്തിലാണ്, അല്ലേ. ഒരു ന്യൂമറിക്കലായിട്ടുള്ള ചില ഫാക്ട്സ് അതിൻ്റെ കൂട്ടമായിട്ട് പറയുമ്പോൾ അതിനെ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയും. അതായത് ഒരു സിംഗിൾ നമ്പർ സ്റ്റാറ്റിസ്റ്റിക്സിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അർത്ഥമാക്കുന്നത്. ദെൻ ഈ ഒരു നമ്മൾ പറഞ്ഞിരിക്കുന്ന ന്യൂമറിക്കൽ ഫാക്ട്സ് അല്ലെങ്കിൽ അഗ്രിഗേറ്റ്സ് ഓഫ് ഫാക്ട്സ് അതിനെ അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ അഫക്റ്റഡ് ടു എ മാർക്കഡ് എക്സ്റ്റെൻറ്റ്, ഒരു വലിയ പരിധി വരെ ബൈ മൾട്ടിപ്ലിസിറ്റി ഓഫ് കോസസ്, അതായത് പല കാരണങ്ങളെ കൊണ്ടാണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഈ ഡാറ്റയെ അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ അതിനെ അഫക്റ്റ് ചെയ്യുന്ന പല കാരണങ്ങളുണ്ടായിരിക്കാം. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ക്രോപ്പ് പ്രൊഡക്ഷൻ, നമ്മുടെ വിള അല്ലെങ്കിൽ വിളവ്, അല്ലേ, നമ്മുടെ ഉൽപ്പന്നങ്ങൾ, അപ്പോൾ അതൊക്കെ ഉണ്ടാക്കുന്നതിന് പല കാരണങ്ങളുണ്ടാവും, അല്ലേ. അതായത് നമുക്ക് കിട്ടിയ മഴയുടെ അളവാകാം, അല്ലെങ്കിൽ മണ്ണിൻ്റെ ഗുണമാകാം, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിച്ച വിത്തിൻ്റെ ക്വാളിറ്റി ആയിരിക്കാം, അല്ല പല കാരണങ്ങൾ കൊണ്ടാണ് നമുക്ക് നല്ല വിളവ് ഈ പ്രാവശ്യം കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് അങ്ങനെ ഒരു ഡാറ്റയിലേക്ക് എത്താൻ ചെയ്യാം, അങ്ങനെ ഒരു ഡാറ്റയ്ക്ക് കിട്ടാനുള്ള കാരണമായിട്ട് നമ്മൾ പറയുക, അല്ലേ. അപ്പോൾ അതുകൊണ്ട് മൾട്ടിപ്ലിസിറ്റി ഓഫ് കോസസ് എന്ന് വെച്ചാൽ പല കാരണങ്ങളെന്നുള്ള അർത്ഥമാണ്. ദെൻ ന്യൂമറിക്കലി എക്സ്പ്രസ്ഡ് ആയിരിക്കണം. നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കിൽ അത് ന്യൂമറിക്കലി എക്സ്പ്രസ്ഡ് ആയിട്ടുള്ള ഡാറ്റ, അതായത് നമ്പർ രൂപത്തിൽ നമുക്ക് എഴുതാൻ പറ്റുന്ന ഡാറ്റ മാത്രമേ സ്റ്റാറ്റിസ്റ്റിക്സ് ആയിട്ട് കൗണ്ട് ചെയ്യുന്നുള്ളൂ. ക്വാളിറ്റേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റുകളുണ്ട്. ഉദാഹരണത്തിന് ഏതിൻ്റെങ്കിലും കളർ അല്ലെങ്കിൽ മെയിൽ ഫീമെയിൽ, അപ്പോൾ അത്തരത്തിലുള്ള ക്വാളിറ്റേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റുകൾ അല്ലെങ്കിൽ ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ഡാറ്റ അതൊന്നും ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്സിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല. അപ്പോൾ ന്യൂമറിക്കലി എക്സ്പ്രസ്ഡ് ആയിരിക്കണം. ദെൻ എന്യൂമറേറ്റഡ് ഓർ എസ്റ്റിമേറ്റഡ്, എങ്ങനെയാണ് ഈ ഡാറ്റ കളക്ട് ചെയ്തിരിക്കുന്നതാണ് എന്യൂമറേറ്റഡ്, അത് കളക്ട് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ എസ്റ്റിമേറ്റഡ് കണക്കാക്കിയിരിക്കുന്നത് അക്കോർഡിംഗ് ടു റീഫണ്ടബിൾ സ്റ്റാൻഡേർഡ് ഓഫ് ആക്യുറസി. നമ്മൾ കൃത്യമായിട്ട്, അതായത് ആക്യുറേറ്റ് ആയിട്ടുള്ള വളരെ കൃത്യമായിട്ടുള്ള വിവരങ്ങളാണ് റീഫണ്ടബിൾ സ്റ്റാൻഡേർഡ് ഓഫ് ആക്യുറസി എങ്കിൽ അതുണ്ടായിരിക്കണം. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു കിലോമീറ്ററൊക്കെ നമ്മൾ കൃത്യമായിട്ട് 100 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ഏകദേശം കിലോമീറ്റർ അല്ല പറയേണ്ടത്, 100 അല്ലെങ്കിൽ 50 കിലോമീറ്റർ ആ രീതിയിൽ പറയണം, അല്ലേ. ഏജൊക്കെ പറയുകയാണെങ്കിൽ ഇൻ ഇയേഴ്സ്, എത്ര വർഷങ്ങളാണ് പ്രായം എന്നുള്ള ആ രീതിയിൽ കൃത്യമായിട്ട് അതിനെ പറയേണ്ടതാണ്, അല്ലേ. അപ്പോൾ സ്റ്റാൻഡേർഡ് ഓഫ് ആക്യുറസി ഉണ്ടായിരിക്കണം. ദെൻ കളക്റ്റഡ് ഇൻ എ സിസ്റ്റമാറ്റിക് മാനർ, അത് കൃത്യമായിട്ടുള്ള രീതിയിൽ അത് കളക്ട് ചെയ്തായിരിക്കണം, അല്ലേ. പ്രോപ്പർ പ്ലാനോട് കൂടി നമ്മൾ ആ ഡാറ്റ നല്ല രീതിയിൽ കളക്ട് ചെയ്തിരിക്കുന്ന ഡാറ്റ ആയിരിക്കണം. ഫോർ എ പ്രീഡിറ്റർമെൻറ്റ് പർപ്പസ്, ഒരു നിശ്ചയമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു നിശ്ചിതമായിട്ടുള്ള ലക്ഷ്യത്തിന് വേണ്ടിയായിരിക്കണം ഈ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. നമ്മൾ ഏത് കാര്യങ്ങൾക്ക് വേണ്ടിയാണോ ഈ ഒരു ഡാറ്റ കളക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്, അപ്പോൾ അങ്ങനെ ഒരു കാരണം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഫോർ എ പ്രീഡിറ്റർമെൻറ്റ് പർപ്പസ് ഉണ്ടായിരിക്കണം. ഒപ്പം തന്നെ പ്ലേസ്ഡ് ഇൻ റിലേഷൻ ടു ഈച്ച് അതർ, അല്ലേ. അതായത് നമ്മൾ ഈ ഡാറ്റകളെ തമ്മിൽ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ്. പ്ലേസ്ഡ് ഇൻ റിലേഷൻ ടു ഈച്ച് അതർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാറ്റകളെ കമ്പയർ ചെയ്യാൻ സാധിക്കണം, അല്ലേ. അതായത് ഒരു ക്ലാസ്സിലെ സ്റ്റുഡൻസിൻ്റെ ഹൈറ്റിനെ നമുക്ക് മറ്റൊരു ക്ലാസ്സിലെ സ്റ്റുഡൻസിൻ്റെ ഹൈറ്റുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ സാധിക്കും, അല്ലേ. അപ്പോൾ അതുകൊണ്ട് അത് കമ്പയറബിൾ ആയിരിക്കണം. അപ്പോൾ സ്റ്റുഡൻസിൻ്റെ ഹൈറ്റിനെ നമ്മൾ
മരങ്ങളുടെ ഹൈറ്റുമായിട്ടല്ല കമ്പയർ ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ മറ്റ് ക്ലാസ്സിലെ കുട്ടികളുടെ ഹൈറ്റുമായിട്ട് കമ്പയർ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം അല്ലേ, പ്ലേസ് ഇൻ റിലേഷൻ ടു ഈച്ച് അതർ, പരസ്പരം കമ്പയർ ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഒരു ഡെഫിനേഷനും ഉണ്ട്, ഒപ്പം തന്നെ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ആ ഒരു ഫീച്ചേഴ്സും അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സും നമുക്ക് ഈ ഒരു ഡെഫിനേഷനിൽ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അതായത് അഗ്രിഗേറ്റ്സ് ഓഫ് ഡാറ്റ അല്ലേ, അല്ലെങ്കിൽ അഗ്രിഗേറ്റ്സ് ഓഫ് ഫാക്ട്സ് എന്ന് പറയുന്നത് ഒരു ഫീച്ചറാണ്, അതിൻ്റെ എക്സ്പ്ലനേഷനാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് അല്ലേ. ദെൻ അഫക്റ്റഡ് ബൈ മൾട്ടിപ്ലിസിറ്റി ഓഫ് കോസസ് അല്ലേ, ന്യൂമറിക്കലി എക്സ്പ്രസ്ഡ്, എന്യൂമറേറ്റർ എസ്റ്റിമേറ്റഡ് അക്കോർഡിംഗ് ടു റീസണബിൾ സ്റ്റാൻഡേർഡ് ഓഫ് ആക്യുറസി അല്ലേ, അത് ന്യൂമറിക്കലി എക്സ്പ്രസ്ഡ് ആയിരിക്കണം, റീസണബിൾ ആക്യുറസി ഉണ്ടായിരിക്കണം, സിസ്റ്റമാറ്റിക്കലി കളക്റ്റഡ് ആയിരിക്കണം, ഫോർ എ പ്രീഡിറ്റർമെൻറ്റ് പർപ്പസ് അല്ലെങ്കിൽ ഒരു പ്രീഡിറ്റർമെൻറ്റ് പർപ്പസ് ഉണ്ടായിരിക്കണം അല്ലേ. അതായത് പിന്നെ ഒപ്പം തന്നെ കമ്പാരിസണ് പോസിബിൾ ആയിരിക്കണം അല്ലേ, പ്ലേസ്ഡ് ഇൻ റിലേഷൻ ടു ഈച്ച് അതർ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ക്യാരക്ടറിസ്റ്റിക്സ് ചോദിച്ചു കഴിഞ്ഞാലും ഇതിനെ ഡിവൈഡ് ചെയ്ത് നിങ്ങൾക്ക് എഴുതാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സ് എന്താണെന്ന് മനസ്സിലാക്കി, ഒപ്പം തന്നെ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും മനസ്സിലായി. ഇനി അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡാറ്റ എന്താണെന്നും അതിൻ്റെ ടൈപ്സ് ഓഫ് ഡാറ്റ അല്ലേ, ഡാറ്റയുടെ വിവിധ തരത്തിലുള്ള ഡാറ്റ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ പഠിക്കുക. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഡാറ്റ എന്താണെന്നുള്ളത് നോക്കാം. ഡാറ്റ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് റെഫേഴ്സ് ടു ദി കളക്ഷൻ ഓഫ് ഫാക്ട്സ്, ഫിഗേഴ്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്. അതായത് നമ്മൾ കുറേ കാര്യങ്ങൾ, ഏതെങ്കിലും കാര്യങ്ങളെക്കുറിച്ചുള്ള അതിൻ്റെ ഫാക്ട്സ്, വസ്തുതകൾ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട സ്ഥിതിവിവര കണക്കുകൾ, സ്റ്റാറ്റിസ്റ്റിക്സ്, അതിൻ്റെ ആ ഒരു കളക്ഷൻ, ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഒരു കൂട്ടത്തെ നമുക്ക് ഡാറ്റ എന്ന് വിളിക്കാം അല്ലേ. ഡാറ്റ റെഫേഴ്സ് ടു ദി കളക്ഷൻ ഓഫ് ഫാക്ട്സ്, ഫിഗേഴ്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ദാറ്റ് ആർ യൂസ്ഡ് ടു ഇൻഫോം. എന്തിനു വേണ്ടിയാണ് അത് ഉപയോഗിക്കുന്നത്? ഈ ഡാറ്റ നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ടു ഇൻഫോം ഡിസിഷൻസ്. നമ്മൾ ഏതെങ്കിലും ഒരു തീരുമാനം എടുക്കുമ്പോൾ അതിനെ ബേസ് ചെയ്തുകൊണ്ട്, ആ ഒരു ഡാറ്റയെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് തീരുമാനം എടുക്കാൻ വേണ്ടി സാധിക്കും. ആൻസർ ക്വസ്റ്റ്യൻസ്, നമുക്ക് ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ വേണ്ടി ഏതെങ്കിലും ഒരു ക്വറി വരുമ്പോൾ, ഏതെങ്കിലും കാര്യത്തെക്കുറിച്ച് ചോദ്യം വരുമ്പോൾ നമുക്ക് ഡാറ്റ ഉപയോഗിച്ചുകൊണ്ട് നമുക്കതിനെ ആൻസർ ചെയ്യാൻ വേണ്ടി സാധിക്കും അല്ലേ. അപ്പോൾ നമുക്ക് ഡിസിഷൻ എടുക്കാൻ വേണ്ടി നമുക്കതിനെ ഇൻഫർമേഷനായിട്ട് ഉപയോഗിക്കാം, ക്വസ്റ്റ്യൻസുള്ള ആൻസറായിട്ട് നമുക്ക് ഡാറ്റ ഉപയോഗിക്കാം, സോൾവ് പ്രോബ്ലംസ്, ഏതെങ്കിലും ഒരു പ്രോബ്ലത്തെ സോൾവ് ചെയ്യാൻ വേണ്ടി നമുക്ക് അതിനുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള ഡാറ്റ ആവശ്യമായിട്ട് വരും അല്ലേ. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയുള്ള ഫിഗേഴ്സ്, ഫാക്ട്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, അതിൻ്റെ കൂട്ടത്തെ കളക്ഷൻ നമുക്ക് എന്ത് വിളിക്കാം? ഡാറ്റ എന്ന് വിളിക്കാം. അപ്പോൾ ഡാറ്റ എന്നുള്ളതിനെക്കുറിച്ച് ആ ഒരു മീനിങ് അത് മനസ്സിലാക്കി വയ്ക്കുക. ഇനി നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡാറ്റ, പലതരത്തിലുള്ള ഡാറ്റകളുണ്ട്. അതിൽ ഒന്നാമത്തത് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയാണ്. ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ, ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ അത് ന്യൂമറിക്കൽ ഡാറ്റയാണ്. അതായത് നമുക്ക് അത് നമ്പർ രൂപത്തിൽ നമുക്കതിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ ആവറേജ് ഹൈറ്റ് എന്ന് പറയുന്നത് 165 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ അങ്ങനെ ഒരു 165 ആ രീതിയിൽ നമുക്ക് ന്യൂമറിക്കലായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ഡാറ്റ അല്ലേ, അല്ലെങ്കിൽ 10 കിലോഗ്രാം അല്ലേ, അല്ലെങ്കിൽ 100 കിലോമീറ്റർ, ആ രീതിയിലൊക്കെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ന്യൂമറിക്കലായിട്ടുള്ള ആ ഒരു ഡാറ്റയെ നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ എന്ന് പറയുന്നത് അല്ലേ. നമുക്കതിനെ മെഷർ ചെയ്യാൻ വേണ്ടി സാധിക്കും, അതിനെ മെഷർ ചെയ്ത് എടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇപ്പോൾ ഏജ് എന്ന് പറയുന്നത് അല്ലേ, എത്ര ഏജ് ഉണ്ടെന്നുള്ളത് കണക്കാക്കാൻ പറ്റും. ഇൻകം, അത് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും, അളക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ അളക്കാൻ പറ്റുന്ന മെഷറബിൾ ആയിട്ടുള്ള ന്യൂമറിക്കൽ ഡാറ്റയാണ് നമ്മൾ എന്ത് വിളിക്കുക? ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ എന്ന് വിളിക്കുന്നത് അല്ലേ. ഇനി നമുക്ക് ക്വാളിറ്റേറ്റീവ് ഡാറ്റ ആകാം. ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയിൽ നിന്ന് ഓപ്പോസിറ്റായിട്ട് ഇവിടെ ക്വാളിറ്റേറ്റീവ് ഡാറ്റയിൽ അത് നോൺ ന്യൂമറിക്കൽ ഡാറ്റയാണ് അല്ലേ, നോൺ ന്യൂമറിക്കൽ ഡാറ്റയാണ്. അതായത് നമുക്കതിനെ മെഷർ ചെയ്യാൻ വേണ്ടി സാധിക്കില്ല അല്ലേ, ദാറ്റ് യു കനോട്ട് മെഷർ, നമുക്കതിനെ അളന്നെടുക്കാൻ വേണ്ടി സാധിക്കില്ല. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കളർ അല്ലെങ്കിൽ കളർ ഓഫ് എ കാർ, ഒരു കാറിൻ്റെ കളർ, അത് റെഡ് ആകാം, ബ്ലൂ ആകാം അല്ലേ. അപ്പോൾ അങ്ങനെ നമുക്ക് അതൊന്ന് നമ്പർ രൂപത്തിൽ നമ്മൾ പറയുന്നല്ല അല്ലേ, നമുക്കത് നോൺ ന്യൂമറിക്കലാണ്. അപ്പോൾ അതുകൊണ്ടാണ് അത് ക്വാളിറ്റേറ്റീവ് ഡാറ്റ ആകുന്നത്. അല്ലെങ്കിൽ കസ്റ്റമേഴ്സിൻ്റെ ഒപ്പീനിയൻ ആകാം അല്ലേ, ഇപ്പോൾ ഗുഡ്, ബാഡ്, എക്സലൻറ്റ്, അപ്പോൾ ആ രീതിയിലൊക്കെ പ്രൊഡക്റ്റിനെ കുറിച്ച് കസ്റ്റമേഴ്സ് പറയില്ലേ. അപ്പോൾ അത്തരത്തിലുള്ള ഒപ്പീനിയൻ, അപ്പോൾ ഒപ്പീനിയന്, കളർ, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ റിസർച്ചിലും ഗവേഷണത്തിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ക്വാളിറ്റേറ്റീവ് ഡാറ്റയും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ വെച്ചുകൊണ്ടും അത് അനാലിസിസൊക്കെ സാധ്യമാകുന്നതാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനൊക്കെ സാധിക്കും. പക്ഷേ അത് പ്രധാനപ്പെട്ട പ്രത്യേകത എന്താണ്? അത് നോൺ ന്യൂമറിക്കലാണ്. നമ്പർ അടിസ്ഥാനത്തിൽ നമുക്കതിന് എഴുതാൻ പറ്റില്ല. കിലോഗ്രാം, ഏജ്, ഇൻകം, ആ രീതിയിൽ എഴുതുന്ന പോലെ നമുക്കിതിനെ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. അതുകൊണ്ട് തന്നെ അത് മെഷറബിൾ അല്ലേ, ഇറ്റ് കനോട്ട് ബി മെഷേർഡ്. ഇനി മൂന്നാമത്തത് സ്ട്രക്ചേർഡ് ഡാറ്റയാണ്. സ്ട്രക്ചേർഡ് ഡാറ്റ എന്ന് വെച്ചാൽ ഇറ്റ് മീൻസ് ഓർഗനൈസ്ഡ് ഡാറ്റ ദാറ്റ് ഈസ് ഈസിലി സെർച്ചബിൾ ആൻഡ് മെഷീൻ റീഡബിൾ സച്ച് ഓഫ് ഡാറ്റാ ബേസസ് ആൻഡ് സ്പ്രെഡ്ഷീറ്റ് എക്സെട്ര. അതായത് നമുക്ക് ഒരു ഡാറ്റയെ നമുക്ക് ഓർഗനൈസ്ഡ് ഡാറ്റയെന്നും അൺഓർഗനൈസ്ഡ് ഡാറ്റയെന്നും വിളിക്കാം. ഇപ്പോൾ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഡാറ്റ, അതായത് കൃത്യമായിട്ട് നമ്മൾ എവിടെയെങ്കിലും നമുക്ക് കൃത്യമായിട്ട് ആ ഒരു ഡാറ്റയെ നമുക്ക് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഈസിലി സെർച്ചബിൾ ആയിട്ടുള്ള, മെഷീൻ റീഡബിൾ, നമുക്കൊരു കമ്പ്യൂട്ടറിലെ ഒരു എക്സൽ ഫയൽ, അതിൽ നിന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ള ഡാറ്റയെ നമുക്ക് സെർച്ച് ചെയ്ത് നമുക്ക് വളരെ എളുപ്പത്തിൽ കണ്ടെത്താൻ സാധിക്കും അല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള സ്പ്രെഡ്ഷീറ്റ്, അതായത് എക്സൽ ഷീറ്റുകൾ, സ്പ്രെഡ്ഷീറ്റ്, അപ്പോൾ അതെല്ലാം സ്ട്രക്ചേർഡ് ഡാറ്റയ്ക്ക് ഉദാഹരണമാണ്. അപ്പോൾ സ്ട്രക്ചേർഡ് ഡാറ്റയാണെങ്കിൽ അത് ഈസിലി സെർച്ചബിൾ ആയിരിക്കും, മെഷീൻ റീഡബിൾ ആയിരിക്കും അല്ലേ. അതാണ് സ്ട്രക്ചേർഡ് ഡാറ്റയുടെ പ്രത്യേകത. അതിന് വിരുദ്ധമായിട്ട് അൺസ്ട്രക്ചേർഡ് ഡാറ്റ എന്ന് വെച്ച് കഴിഞ്ഞാൽ
അത് അൺഓർഗനൈസ്ഡ് ഡാറ്റയാണ്. ഇവിടെ അത് ഓർഗനൈസ്ഡ് ഡാറ്റയാണെങ്കിൽ ഇത് അൺഓർഗനൈസ്ഡ് ഡാറ്റയാണ്. ദാറ്റ് ഈസ് നോട്ട് ഈസിലി സെർച്ചബിൾ. ഇത് ഈസിലി സെർച്ചബിൾ ആയിരുന്നെങ്കിൽ ഇവിടെ എന്താണ്, അത് ഈസി ആയിട്ട് നമുക്ക് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റില്ല. അത് മെഷീൻ റീഡബിൾ അല്ല അല്ലേ. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇമെയിലുകൾ, സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ അല്ലേ, സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ അതെല്ലാം എന്താണ്, അതെല്ലാം അൺസ്ട്രക്ചേർഡ് ഡാറ്റയുടെ കാറ്റഗറിയിലാണ് പെടുത്തിയിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇമെയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആരാണ് ഇമെയിൽ അയച്ചിരിക്കുന്നതൊക്കെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും, ഓക്കെയാണ്. പക്ഷേ നമുക്ക് ഒരു ഇമെയിലിലെ കണ്ടൻറ്റ് വെച്ചുകൊണ്ട് നമുക്ക് സെർച്ച് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല അല്ലേ. അതിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ വെച്ചുകൊണ്ട് നമുക്കത് നോർമലി അത് സെർച്ച് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കില്ല. ഈസിലി സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല ഇമെയിലിലെ കണ്ടൻറ്റ് വെച്ചുകൊണ്ട് അല്ലേ. അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വന്നിരിക്കുന്ന ഒരു കമൻറ്റ്, അപ്പോൾ അതൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റുന്നതല്ല അല്ലേ. അപ്പോൾ നമുക്ക് അത്തരത്തിലുള്ള കാര്യങ്ങളല്ലേ, ആ കാര്യങ്ങളെല്ലാം അൺസ്ട്രക്ചേർഡ് ഡാറ്റയുടെ കാറ്റഗറിയിൽ പെടുന്നതാണ്. ഇനി നമ്മൾ അടുത്ത് നോക്കുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡാറ്റയാണ്. ഡാറ്റയുടെ ഫീച്ചേഴ്സ്, ഡാറ്റയുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അതിൽ ഒന്നാമത് പറയുന്നത് ആക്യുറസിയാണ്. ഡാറ്റ ഷുഡ് ബി ആക്യുറേറ്റ് ആൻഡ് ഫ്രീ ഫ്രം എറേഴ്സ്. അപ്പോൾ ഡാറ്റയെ സംബന്ധിച്ച് പറയുന്നത് ഒരു നല്ല ഡാറ്റ എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി ആക്യുറേറ്റ്, അത് കൃത്യമായിരിക്കണം അല്ലേ, കറക്റ്റ് ആയിരിക്കണം, വിതൗട്ട് മിസ്റ്റേക്ക് ആയിരിക്കണം അല്ലേ, ഫ്രീ ഫ്രം എറേഴ്സ് ഉണ്ടാകാൻ വേണ്ടി പാടില്ല. അതാണ് ഒരു ആക്യുറേറ്റ് ആയിട്ടുള്ള ഡാറ്റ ആയിരിക്കണം. ദെൻ കംപ്ലീറ്റ്നെസ് ഉണ്ടായിരിക്കണം അല്ലേ, കംപ്ലീറ്റ്നെസ് എന്ന് വെച്ചാൽ ഡാറ്റ ഷുഡ് ബി കംപ്ലീറ്റ് ആൻഡ് നോട്ട് മിസ്സിങ് എനി വാല്യൂസ്. അതായത് നമ്മൾ കളക്ട് ചെയ്യുന്ന ഡാറ്റ അതൊരു കംപ്ലീറ്റ് ഡാറ്റ ആയിരിക്കണം. ഏതെങ്കിലും അതിൻ്റെ ഇടയിലുള്ള വാല്യൂസൊക്കെ മിസ്സായിട്ടുള്ള അല്ലെങ്കിൽ ഇല്ലാത്ത രീതിയിലുള്ള ഒരു കളക്ഷൻ, അതിനെ നമുക്ക് ഒരു നല്ലൊരു ഡാറ്റ എന്ന് വേണ്ടി പറയാൻ വേണ്ടി സാധിക്കില്ല അല്ലേ. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റുഡൻറ്റിൻ്റെ റെക്കോർഡ് നമ്മൾ എടുക്കുമ്പോൾ അവരുടെ സ്റ്റുഡൻറ്റിൻ്റെ പേരുണ്ടായിരിക്കണം, ഏജ് ഉണ്ടായിരിക്കണം, മാർക്ക് ഉണ്ടായിരിക്കണം അല്ലേ. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഫില്ല് ചെയ്തിരിക്കണം അല്ലേ. അപ്പോൾ ചില കാര്യങ്ങൾ മിസ്സായിരിക്കുക എന്ന് പറഞ്ഞാൽ ആ ഡാറ്റ കംപ്ലീറ്റ് അല്ല എന്ന് നമുക്ക് പറയാം അല്ലേ. ദെൻ മൂന്നാമത്തെ കാര്യം പറയുന്നത് കൺസിസ്റ്റൻ്റ് ആയിരിക്കണം. കൺസിസ്റ്റൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാറ്റ അത് നമുക്ക് യൂണിഫോം ആയിട്ടുള്ള ഒരു ഡാറ്റ, അല്ലെങ്കിൽ കൺസിസ്റ്റൻ്റ് എന്ന് വെച്ചാൽ അത് മെഷറബിൾ ആയിരിക്കണം, അപ്പോൾ തന്നെ കൺസിസ്റ്റൻ്റ് ആയിരിക്കണം എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ അതായത് നമുക്ക് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെയിൽ എന്ന് പറഞ്ഞ് ഒരാളെക്കുറിച്ച് നമ്മൾ എഴുതിയിരിക്കുന്ന മെയിലും നമ്മൾ എഴുതി വെച്ചു, മറ്റൊരു സ്ഥലത്ത് അയാളെക്കുറിച്ച് നമ്മൾ ഫീമെയിൽ എഴുതി വെച്ചു അല്ലേ. എന്ന് വെച്ചാൽ അത് ഡാറ്റ കൺസിസ്റ്റൻ്റ് അല്ല അല്ലേ. അപ്പോൾ അതായത് ഒരു എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ എന്താണ് ഫാക്റ്റ് അത് കൃത്യമായിട്ട് ഒരു സ്ഥലത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ മറ്റൊരു സ്ഥലത്തും രേഖപ്പെടുത്തേണ്ടതാണ് അല്ലേ. അപ്പോൾ അതിനെയാണ് നമ്മൾ ഡാറ്റയുടെ കൺസിസ്റ്റൻസി എന്നൊക്കെ പറയുന്നത് അല്ലേ. അടുത്തത് നാലാമത്തെ പോയിന്റ് നോക്കുക, റെലവൻസ് എന്നുള്ളതാണ്. ഡാറ്റയുടെ ക്യാരക്ടറിസ്റ്റിക്സിൽ നാലാമത്തെ പോയിന്റ് റെലവൻസ് ആണ്. ഇറ്റ് ഷുഡ് ബി റെലവൻറ്റ് ടു ദി പ്രോബ്ലം ഓർ ക്വസ്റ്റ്യൻ ബീങ് അഡ്രസ്ഡ്. അപ്പോൾ നമ്മൾ അന്വേഷിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ സോൾവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു പ്രോബ്ലം അല്ലെങ്കിൽ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ അതിന് റെലവൻ്റ് ആയിട്ടുള്ള ഡാറ്റ ആയിരിക്കണം നമ്മൾ കളക്ട് ചെയ്യേണ്ടത് അല്ലേ. അതുമായിട്ട് ബന്ധപ്പെട്ട പ്രാധാന്യമുള്ള ഡാറ്റ ആയിരിക്കണം നമ്മൾ കളക്ട് ചെയ്യേണ്ടത്. ഉദാഹരണത്തിന് നമ്മൾ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ നമ്മൾ ഏത് ഡാറ്റയാണ് ആ പ്രൊഡക്റ്റിൻ്റെ റെലവൻസിനെ കുറിച്ച് അറിയാൻ വേണ്ടി ആ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ഒപ്പീനിയൻ നമ്മൾ ചോദിക്കണം അല്ലേ. ആ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആണോ, ആ രീതിയിലുള്ള അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ നമ്മൾ ചോദിക്കേണ്ടതാണ് അല്ലേ. അങ്ങനെ ചോദിച്ച് നമ്മൾ ഡാറ്റ കണ്ടെത്തേണ്ടതാണ്. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കളർ എന്താണെന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പൊതുവായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായത്തേക്കാൾ ഉപരിയായിട്ട് ആ ഒരു പ്രൊഡക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ആ സാറ്റിസ്ഫാക്ഷൻ അളക്കുന്ന രീതിയിലുള്ള ആ ഒരു ഡാറ്റ ആയിരിക്കണം നമ്മൾ കളക്ട് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ അതിനെയാണ് നമ്മൾ റെലവൻസ് ഓഫ് ഡാറ്റ എന്ന് പറയുന്നത്. ദെൻ അഞ്ചാമത്തെ പോയിന്റ് ടൈംലിനെസ് ആണ്. ടൈംലിനെസ് എന്ന് വെച്ചാൽ ഡാറ്റ ഷുഡ് ബി അപ് ടു ഡേറ്റ് ആൻഡ് റെലവൻറ്റ് ടു ദി കറൻറ്റ് സിറ്റുവേഷൻ. അപ്പോൾ നമുക്ക് ഡാറ്റ ഇവിടെ അപ് ടു ഡേറ്റ് ആയിരിക്കണം. നമ്മൾ ഇപ്പോഴത്തെ ഒരു കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ നമുക്ക് അപ് ടു ഡേറ്റ് ആയിട്ടുള്ള ഏറ്റവും റെലവൻ്റ് ആയിട്ടുള്ള ഡാറ്റ ആയിരിക്കണം നമ്മൾ കളക്ട് ചെയ്യേണ്ടത് അല്ലേ. അതായത് നമ്മുടെ കറൻറ്റ് സിറ്റുവേഷന് റെലവൻ്റ് ആയിട്ടുള്ള ഒരു ഡാറ്റ ആയിരിക്കണം നമ്മൾ കളക്ട് ചെയ്യേണ്ടത്. അതാണ് ടൈംലിനെസ് എന്ന് ഉദ്ദേശിക്കുന്നത് അല്ലേ. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് ഈ ആഴ്ചത്തെ വെതർ എങ്ങനെയാണ്, കാലാവസ്ഥ എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി നമുക്ക് കഴിഞ്ഞ വർഷത്തെ മുഴുവൻ റെയിൻഫാൾ, മഴ എങ്ങനെ കിട്ടി, കഴിഞ്ഞ വർഷം എങ്ങനെയായിരുന്നു മഴ നമുക്ക് കിട്ടിയത് അല്ലെങ്കിൽ എത്രമാത്രം മഴ കിട്ടി എന്നുള്ളത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമല്ല അല്ലേ. അപ്പോൾ നമുക്ക് റെലവൻ്റ് ആയിട്ടുള്ള കറൻറ്റ് സിറ്റുവേഷന് റെലവൻ്റ് ആയിട്ടുള്ള ഡാറ്റയാണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. then അടുത്തത് ഡെഫിനിറ്റ് സോഴ്സ് ഉണ്ടായിരിക്കണം. അത് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്നത് അത് ഡയറക്റ്റ്ലി ഫ്രം എ സോഴ്സ്. നമുക്ക് ഡാറ്റ ക്യാൻ ബി കളക്റ്റഡ് ഫ്രം എ സോഴ്സ് അല്ലേ. ഡാറ്റ ഒരു സോഴ്സിൽ നിന്നാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഉറവിടത്തിൽ നിന്നാണ് നമ്മൾ കണക്ട് ചെയ്യുക. അതായത് നമ്മൾ നേരിട്ട് കളക്ട് ചെയ്യുകയാണെങ്കിൽ അതിനെ പ്രൈമറി ഡാറ്റ എന്ന് പറയും. നമ്മുടെ മറ്റൊരാൾ കളക്ട് ചെയ്ത ഡാറ്റയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മളതിനെ സെക്കൻഡറി ഡാറ്റ എന്ന് പറയും അല്ലേ. അപ്പോൾ പ്രൈമറി ഡാറ്റയോ സെക്കൻഡറി ഡാറ്റയോ എവിടെ നിന്നാണ് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് അത് കൃത്യമായിട്ട് അതിൻ്റെ സോഴ്സ് ഉറവിടം കാണിച്ചിരിക്കണം. അല്ലെങ്കിൽ ഉറവിടം കാണിക്കാൻ പറ്റുന്ന തരത്തിലൊരു ഡാറ്റ ആയിരിക്കണം അല്ലേ. ഇനി നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക്ക് ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് ഡാറ്റ എന്താണെന്നുള്ളതാണ്. ഇത് നമ്മുടെ ഡിഫറൻസ് നമ്മൾ നോക്കും. ആദ്യം നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ന്യൂമറിക്കൽ ഡാറ്റ. അതൊരു ന്യൂമറിക്കൽ ഡാറ്റയാണ്. അതായത് നമുക്ക് നമ്പർ അടിസ്ഥാനത്തിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ഡാറ്റയാണ് ഇവിടെ ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ എന്ന് പറയുന്നത് അല്ലേ. ദാറ്റ് ക്യാൻ ബി മെഷേർഡ്. നമുക്കതിനെ മെഷർ ചെയ്യാൻ വേണ്ടി സാധിക്കും, നമുക്കതിനെ അളക്കാൻ വേണ്ടി സാധിക്കും അല്ലേ.
നമുക്ക് റാങ്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ ഒരാളുടെ ഇൻകം 10,000 ആണ്, മറ്റൊരാളുടെ ഇൻകം 8,000 ആണ്. നമുക്ക് അറിയാം ഒന്നാമത്തെ റാങ്ക് ആർക്ക് കൊടുക്കാം? ഇൻകത്തിൻ്റെ കാര്യത്തിൽ 10,000 കിട്ടിയ ആൾക്ക് അല്ലേ. അപ്പോൾ ന്യൂമറിക്കൽ ഡാറ്റയുടെ പ്രത്യേകത അതാണ്. നമുക്കതിനെ റാങ്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും, നമുക്കതിനെ അനാലിസിസിന് വിധേയമാക്കാൻ വേണ്ടി സാധിക്കും, വിശകലനം നടത്തി ചില നിഗമനങ്ങളിലേക്ക് എത്താൻ വേണ്ടി സാധിക്കും അല്ലേ. അത് നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡുകൾ തന്നെ ഉപയോഗിച്ചുകൊണ്ട്, ആവറേജ് പോലുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അതിൻ്റെ അനാലിസിസ് നടത്താൻ വേണ്ടി സാധിക്കും. ദെൻ ദ എക്സാമ്പിൾസ് ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ. ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയുടെ എക്സാമ്പിൾ ഏതൊക്കെയാണ്? ഏജ് ഒരു എക്സാമ്പിളാണ് അല്ലേ. നമുക്ക് 20 years അല്ലെങ്കിൽ 25 years അങ്ങനെ നമ്പർ അടിസ്ഥാനത്തിൽ നമ്മൾ പറയുന്നത് അല്ലേ. അല്ലെങ്കിൽ ഹൈറ്റ് പറയും 170 centimeter, അല്ലെങ്കിൽ നമുക്ക് വെയിറ്റ് പറയാം 60 kilogram, അല്ലെങ്കിൽ ടെമ്പറേച്ചർ നമുക്കൊരു 36 degree Celsius അല്ലേ. അല്ലെങ്കിൽ സെയിൽസിൻ്റെ ഫിഗർ 10,000 per month, അല്ലെങ്കിൽ ബ്ലഡ് പ്രഷറിൻ്റെ ലെവൽ 120/80 അല്ലേ. ആ രീതിയിലൊക്കെ നമുക്കതിനെ ക്വാണ്ടിറ്റേറ്റീവായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ഡാറ്റയാണ്. ഇതൊക്കെ അതിൻ്റെ എക്സാമ്പിളാണ് അല്ലേ. ഇനി നമുക്ക് ഫോളോവിങ് ആർ ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ. ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് നോക്കുക. ന്യൂമറിക്കൽ ഡാറ്റ എന്ന് വെച്ചാൽ ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ ഈസ് ന്യൂമറിക്കൽ ഇൻ നേച്ചർ. നമ്മൾ ആദ്യം പറഞ്ഞതാണല്ലേ, ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ ന്യൂമറിക്കലാണ്. അതായത് നമ്മൾ ഒരാളുടെ ടോൾ അല്ലെങ്കിൽ പൊക്കത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഹൈറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താണത്? 170 centimeter അല്ലെങ്കിൽ 180 centimeter നമ്മൾ പറയുന്നത് അല്ലേ. അപ്പോൾ പൊക്കമുള്ള ഒരാൾ, ടോളായിട്ടുള്ള ഒരാൾ എന്ന് പറഞ്ഞാൽ നമുക്കതിനെ കൃത്യമായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അത് 180 centimeter പൊക്കമുള്ള ഒരാളാണ് അല്ലേ. അതായത് പൊക്കത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ടോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ക്വാളിറ്റേറ്റീവ് ഡാറ്റയായിട്ട് മാറും അല്ലേ. ടോൾ അല്ലെങ്കിൽ ഷോർട്ട് എന്നൊക്കെ പറഞ്ഞാൽ അത് ക്വാളിറ്റേറ്റീവ് ഡാറ്റയാണ്. ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ എന്ന് വെച്ചാൽ അത് നമുക്ക് നമ്പർ അടിസ്ഥാനത്തിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും, ന്യൂമറിക്കൽ ഇൻ നേച്ചറാണ്. ദെൻ അത് മെഷറബിൾ ആണല്ലേ, നമുക്കതിനെ അളക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്, മെഷറബിൾ ഡാറ്റയാണ്. നമുക്ക് ഏതെങ്കിലും ഒരു പ്രത്യേക ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ടൊക്കെ നമുക്കതിനെ അളന്നെടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് അല്ലേ. അതായത് വെയിറ്റ് അളക്കുന്നതിന് വേണ്ടി നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത്? വെയിറ്റ് കിലോഗ്രാം ഉപയോഗിക്കാം അല്ലേ, അല്ലെങ്കിൽ ടെമ്പറേച്ചർ അളക്കാൻ വേണ്ടി നമുക്ക് സെൽഷ്യസ് ഉപയോഗിക്കാം. അപ്പോൾ അങ്ങനെ നമുക്ക് മെഷർ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. അടുത്തത് കമ്പയറബിൾ ആണ്. നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയാണെങ്കിൽ നമുക്കത് ഈസിലി കമ്പയറബിൾ ആണ്. നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ടൊക്കെ നമുക്കതിനെ കമ്പയർ ചെയ്യാൻ വേണ്ടി സാധിക്കും അല്ലേ. ഉദാഹരണത്തിന് ഒരു സ്റ്റുഡൻറ്റിന് 85 മാർക്ക് കിട്ടി, മറ്റൊരു സ്റ്റുഡൻറ്റിന് 75 മാർക്കാണ് കിട്ടിയിരിക്കുന്നതെങ്കിൽ നമുക്ക് കൂടുതൽ സ്കോർ കിട്ടിയ കുട്ടി ആരാണെന്ന് മനസ്സിലാക്കാം, ആദ്യത്തെ കുട്ടിയാണെന്ന് മനസ്സിലാക്കാം അല്ലേ. അപ്പോൾ ആ രീതിയിൽ നമുക്ക് രണ്ട് കുട്ടികളെ തമ്മിൽ കമ്പയർ ചെയ്യാൻ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള കമ്പാരിസനൊക്കെ അത് ഉപയോഗിക്കാൻ സാധിക്കും. ദെൻ അനലൈസബിൾ ആണ്. ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ എന്ന് വെച്ചാൽ അത് നമുക്ക് അനലൈസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. അതായത് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അതിനെ അനാലിസിസ് നടത്താൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കൽ സോഫ്റ്റ്വെയറുകളുണ്ട്, നമുക്ക് SPSS പോലുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ സോഫ്റ്റ്വെയറുകളുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഈവൻ എക്സൽ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അതിലും പല ടൂളുകളുണ്ട് അല്ലേ. അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇത്തരത്തിലുള്ള അനാലിസിസുകൾ നടത്താൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇനി നമ്മൾ അടുത്തത് നോക്കുന്നത് ക്വാളിറ്റേറ്റീവ് ഡാറ്റയെക്കുറിച്ചാണ്. ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ക്വാളിറ്റേറ്റീവ് ഡാറ്റ എന്ന് വെച്ചാൽ അത് നോൺ ന്യൂമറിക്കലാണല്ലേ. അത് നമുക്ക് നോൺ ന്യൂമറിക്കലാണെന്ന് വെച്ചാൽ ന്യൂമറിക്കലി എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നതല്ല, അതുകൊണ്ട് തന്നെ അത് മെഷറബിൾ അല്ല, അതിനെ റാങ്ക് ചെയ്യാൻ പറ്റില്ല, അനലൈസ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല അല്ലേ. കനോട്ട് ബി മെഷേർഡ്, റാങ്ക്ഡ് ഓർ അനലൈസ്ഡ് യൂസിങ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്. നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് ഉപയോഗിച്ച് അനാലിസിസ് പറ്റിയില്ലെന്നേ ഉള്ളൂ. നമുക്ക് ക്വാളിറ്റേറ്റീവ് ഡാറ്റയും അനാലിസിസിന് വിധേയമാക്കാവുന്നതാണ്. ഇത് എക്സാമ്പിൾസ് ഓഫ് ക്വാളിറ്റേറ്റീവ് ഡാറ്റ. നമുക്ക് ക്വാളിറ്റേറ്റീവ് ഡാറ്റ എക്സാമ്പിൾ നോക്കൂ. കളേഴ്സ്, നമ്മൾ ഇതിനെക്കുറിച്ച് ഡാറ്റ കളക്ട് ചെയ്യുമ്പോൾ ഒരാൾ ഇഷ്ടമുള്ള കളർ ഏതാണെന്ന് ചോദിക്കുന്നതെങ്കിൽ, അപ്പോൾ റെഡ് ആവാം, ഗ്രീൻ ആവാം അല്ലേ, കളേഴ്സ്. അപ്പോൾ ആ ഒരു ഡാറ്റ എന്താണ്? അതും ഡാറ്റ തന്നെയാണ്, പക്ഷേ എന്താ ഡാറ്റയാണത്? ക്വാളിറ്റേറ്റീവ് ഡാറ്റയാണ് അല്ലേ. കാരണം അത് ന്യൂമറിക്കലി അല്ല നമ്മൾ അതിനെക്കുറിച്ച് പറയുന്നത് അല്ലേ. അല്ലെങ്കിൽ ഇപ്പോൾ ടെക്സ്ചേഴ്സ് കൂടെ പറയുന്നു, അതായത് നമുക്ക് റഫാണോ സ്മൂത്താണോ, സ്മൂത്തായിട്ടുള്ള ടെക്സ്ചറുകളാണോ, അല്ലെങ്കിൽ ടേസ്റ്റിനെ കുറിച്ച് പറയാം, ഇപ്പോൾ സ്വീറ്റാണോ ബിറ്ററാണോ അല്ലേ. അല്ലെങ്കിൽ നമുക്ക് ഒപ്പീനിയൻ നമുക്ക് ഡാറ്റയായിട്ട് കളക്ട് ചെയ്യാം. നമുക്കൊരു സർവീസ് അവർ ഇഷ്ടപ്പെടുന്നുണ്ടോ, ലൈക്ക് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുന്നുണ്ടോ അല്ലേ, ഐ ലൈക്ക് ദിസ് സർവീസ് എന്നൊക്കെ പറയുന്ന ഒപ്പീനിയനാണ് അല്ലേ. അല്ലെങ്കിൽ ഒരാളുടെ ആറ്റിറ്റ്യൂഡിനെ കുറിച്ച് നമുക്ക് പഠനം നടത്താം. അവരുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണോ, ഒപ്റ്റിമിസ്റ്റിക് ആണോ, അല്ലെങ്കിൽ പെസിമിസ്റ്റിക് അല്ലെങ്കിൽ നെഗറ്റീവ് ആണോ അല്ലേ. അത്തരത്തിലുള്ള ആറ്റിറ്റ്യൂഡ്, ഇതെല്ലാം എന്താണ്? ക്വാളിറ്റേറ്റീവ് ഡാറ്റയുടെ കാറ്റഗറി പെടുന്നതാണ്. ഇനി നമുക്ക് ക്വാളിറ്റേറ്റീവ് ഡാറ്റയുടെ അങ്ങനെയാണെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് കൂടെ നോക്കാം. നോൺ ന്യൂമറിക്കലാണ്. അത് ന്യൂമറിക്കലി നമുക്ക് അതിനെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല അല്ലേ. അപ്പോൾ നമുക്കൊരു ഫുഡ് ടേസ്റ്റിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദിസ് ഫുഡ് ഈസ് ടേസ്റ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ക്വാളിറ്റേറ്റീവ് ഡാറ്റയാണ് അല്ലേ. അല്ലെങ്കിൽ അത് സ്പൈസിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജസ്റ്റ് സ്പൈസി എന്ന് പറഞ്ഞാൽ അത് ക്വാളിറ്റേറ്റീവ് ഡാറ്റയാണ്. പക്ഷേ നമ്മൾ സ്പൈസ് ലെവൽ അതിൻ്റെ 80% ആണ്, അല്ലെങ്കിൽ 90% സ്പൈസിയാണ് എന്നൊക്കെ പറഞ്ഞാൽ ന്യൂമറിക്കലി എക്സ്പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്താണ്? അത് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയാണ് അല്ലേ. അപ്പോൾ ക്വാളിറ്റേറ്റീവ് ഡാറ്റ നോൺ ന്യൂമറിക്കലാണ്. പിന്നെ അത് ഡിസ്ക്രിപ്റ്റീവാണ്. ഡിസ്ക്രിപ്റ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ഡിസ്ക്രിപ്റ്റീവ് ഇൻ നേച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ചുള്ള ഒപ്പീനിയൻ അല്ലെങ്കിൽ അഭിപ്രായം അല്ലേ, അത്തരം കാര്യങ്ങളൊക്കെ നമുക്കറിയാം ഡിസ്ക്രിപ്റ്റീവാണ് അല്ലേ. ഉദാഹരണം പറഞ്ഞാൽ ഒരു പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ നമുക്ക് ഈസി ടു യൂസ് ആണ്, അല്ലെങ്കിൽ എലഗൻ്റ് ഇൻ ലുക്കാണ്, ലുക്ക് വൈസ് അത് നല്ലതാണ്, ആ രീതിയിലൊക്കെ പറയുമ്പോൾ അതിനെ ഡിസ്ക്രൈബ് ചെയ്യുകയാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് അതിനെ ഡിസ്ക്രിപ്റ്റീവ് എന്ന് പറയുന്നത്. ദെൻ സബ്ജക്റ്റീവാണ്. അതായത് പ്രധാനമായിട്ടും നമ്മൾ ഒരാളുടെ ഒപ്പീനിയന്, ഫീലിങ്സ്, എക്സ്പീരിയൻസുകൾ അതൊക്കെ നമ്മൾ ചോദിക്കുമ്പോൾ
പലർക്കും പല രീതിയിലാണ് അതിനെ കാണുന്നത് അല്ലേ, അല്ലെങ്കിൽ പലർക്കും പല രീതിയിലുള്ള എക്സ്പീരിയൻസുകളാകാം, ഫീലിങ്സുകളാകാം, ഒപ്പീനിയനുകളാകാം. അത് വേരി ഫ്രം പേഴ്സൺ ടു പേഴ്സൺ അല്ലേ, ഒരാളിൽ നിന്ന് മറ്റൊരാളിൽ നിന്ന് അത് വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ടാണ് അത് സബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ദെൻ അനലൈസബിളാണ്. നമ്മൾ ക്വാളിറ്റേറ്റീവ് ഡാറ്റയെ നമുക്ക് അനാലിസിസിന് വിധേയമാക്കാൻ പറ്റും. അതിനുവേണ്ടി നമുക്ക് തീമാറ്റിക് അനാലിസിസ്, കണ്ടൻറ് അനാലിസിസ് പോലുള്ള അനാലിസിസ് ടെക്നിക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു ക്വാളിറ്റേറ്റീവ് ഡാറ്റയും അനലൈസ് ചെയ്യാൻ പറ്റുന്നതാണ് അല്ലേ, അത് അനലൈസബിൾ തന്നെയാണ്. ഇനി നമ്മൾ ലാസ്റ്റ്ലി ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് ഡാറ്റ, ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയും ക്വാളിറ്റേറ്റീവ് ഡാറ്റയും തമ്മിലുള്ള ഡിഫറൻസുകൾ നോക്കാം. ഒന്നാമത്തെ കാര്യം നേച്ചർ തന്നെയാണ് അല്ലേ. ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ അത് ന്യൂമറിക്കലാണ്, ക്വാളിറ്റേറ്റീവ് ഡാറ്റ നോൺ ന്യൂമറിക്കലാണ്. നമ്മൾ പറഞ്ഞു അല്ലേ, ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ നമുക്ക് ന്യൂമറിക്കലായിട്ട് എഴുതാം, അതായത് 70 കിലോഗ്രാം, 160 സെൻറ്റിമീറ്റർ, 10,000 റുപ്പീസ് ഇൻകം, അങ്ങനെയൊക്കെ പറയാം അല്ലേ. ക്വാളിറ്റേറ്റീവ് ഡാറ്റ നോൺ ന്യൂമറിക്കലാണ്, അതായത് നമ്മൾ ഏതെങ്കിലും കളർ, ബ്ലൂ കളർ, അല്ലെങ്കിൽ സ്വീറ്റ് ടേസ്റ്റ്, ഗുഡ് സർവീസ്, ആ രീതിയിലുള്ള ഡാറ്റയാണ് ക്വാളിറ്റേറ്റീവ് ഡാറ്റ. ദെൻ മെഷർമെൻറ്റ് പറയുകയാണെങ്കിൽ നമുക്കറിയാം ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ എന്താണ്, അത് മെഷറബിൾ ആണ് അല്ലേ. ഇപ്പോൾ ആവറേജുകൾ നമുക്ക് മെഷറബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിലോഗ്രാമിൽ അല്ലെങ്കിൽ സെൻറ്റിമീറ്ററിലൊക്കെ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി സാധിക്കും അല്ലേ, മെഷർ ചെയ്യാൻ സാധിക്കും. ക്വാളിറ്റേറ്റീവ് ഡാറ്റ എന്ന് വെച്ചാൽ ഇറ്റ് കനോട്ട് ബി മെഷേർഡ് ആണ് അല്ലേ, നമുക്ക് അത് മെഷർ ചെയ്യാൻ വേണ്ടിയുള്ള സ്റ്റാൻഡേർഡ് യൂണിറ്റുകളൊന്നും ഇല്ല. ഇനി നമുക്ക് അനാലിസിസ് നടത്തുമ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അനാലിസിസ് നടത്താൻ വേണ്ടി സാധിക്കും അല്ലേ. അതായത് ആ ഗ്രാഫ് ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആവറേജ് ഉപയോഗിച്ചുകൊണ്ട് ഒക്കെ നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയെ നമുക്ക് മെഷർ ചെയ്യാൻ വേണ്ടി സാധിക്കും. ക്വാളിറ്റേറ്റീവ് ഡാറ്റ ആണെങ്കിൽ അതിന് ക്വാളിറ്റേറ്റീവ് അനാലിസിസ് ടെക്നിക്കുകൾ നമ്മൾ ഉപയോഗിക്കേണ്ടി വരും അല്ലേ. അതായത് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തീമാറ്റിക് അല്ലെങ്കിൽ കണ്ടൻറ് അനാലിസിസ് നടത്താം. അതായത് ഒപ്പീനിയനൊക്കെ നമുക്ക് ഗ്രൂപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് അനാലിസിസിന് വിധേയമാക്കാം അല്ലേ. ദെൻ പർപ്പസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയുടെ പർപ്പസ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഓപ്പൺ യൂസ്ഡ് ഫോർ ടെസ്റ്റിംഗ് ഹൈപ്പോത്തിസിസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അതായത് റിസർച്ചിലൊക്കെ ഗവേഷണങ്ങളൊക്കെ നമ്മളൊരു നിശ്ചിത അസംഷൻ ആദ്യം എടുക്കും, അത് ശരിയാണോ അല്ലയോ എന്നുള്ളത് പ്രൂവ് ചെയ്യാൻ വേണ്ടി. ആ ഹൈപ്പോത്തിസിസ് പ്രൂവ് ചെയ്യലാണ് പിന്നെ ആ റിസർച്ചിൽ നടക്കുന്നത് അല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള ഗവേഷണങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ഹൈപ്പോത്തിസിസുകളൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പ്രധാനമായിട്ടും ഉപയോഗിക്കുന്ന എന്താണ്, ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയാണ് അല്ലേ. ക്വാളിറ്റേറ്റീവ് ഡാറ്റ ഉപയോഗിക്കുന്നത് പ്രധാനമായിട്ടും ഒരു പർട്ടിക്കുലർ സിറ്റുവേഷൻ മനസ്സിലാക്കാൻ വേണ്ടി അല്ലേ, അണ്ടർസ്റ്റാൻഡ് സിറ്റുവേഷൻ, അല്ലെങ്കിൽ മറ്റ് നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ ഫീലിങ്സ്, അല്ലെങ്കിൽ അവരുടെ സാറ്റിസ്ഫാക്ഷൻ, ബിഹേവിയർ, അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് പ്രധാനമായിട്ടും ക്വാളിറ്റേറ്റീവ് ഡാറ്റ ഉപയോഗിക്കുന്നത് അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ, വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചെടുത്തത്. അപ്പോൾ അത് നന്നായിട്ട് പഠിച്ചു വയ്ക്കുക, തിയറി ആണെങ്കിൽ പോലും നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ടൊന്ന് പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് നല്ല രീതിയിൽ നിന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നിങ്ങൾ നൽകുന്ന സ്നേഹവും സപ്പോർട്ടും തീർച്ചയായിട്ടും പുതിയ ക്ലാസ്സുകളുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതിന് അത് എന്നെ കൂടുതൽ മോട്ടിവേറ്റ് ചെയ്യും. വീഡിയോ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുകയും ചെയ്യുക. ഓക്കെ, താങ്ക്